ഗൂഗിളിന്റെ ഇന്റർനെറ്റ് ബസ് കൊച്ചിയിലെത്തി. കേരളത്തിലെ പര്യടനത്തിന്റെ ഭാഗമായാണ് കൊച്ചിയിലെത്തിയത്. സന്ദർശകർക്ക് സൗജന്യമായി ഇന്റർനെറ്റിൽ പരിശീലനം നൽകുകയും ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയുമാണ് ലക്ഷ്യമെന്ന് ഗൂഗിൾ ഇന്ത്യ തലവൻ ഡോക്ടർ പ്രസാദ് റാം പറഞ്ഞു. ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച ഗൂഗിൾ 4 സംസ്ഥാനങ്ങളിൽ പര്യടനം പൂർത്തിയാക്കിയാണ് കൊച്ചിയിലെത്തുന്നത്. കേരളത്തിൽ കൊച്ചിക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ 8 ജില്ലകളിൽ 25 ദിവസത്തിനുള്ളിൽ പര്യടനം നടത്തും. ബസ്സിലെത്തുന്നവർക്ക് ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ എന്നിവ പരിചയപ്പെടാനും ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. A large part of these people just never had seen the internet. Sometimes never had even seen a computer. Only when you actually see it for yourself do you start believing in it. So when a farmer came in Kolar, if I remember right, this group of farmers came and said, "Oh, you can actually tell me the price of my crop that is being sold in the city because I never get to know that." റബ്ബർ RSS-4 2 രൂപ കുറഞ്ഞ് 132 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. തരം തിരിക്കാത്തത് 4 രൂപ കുറഞ്ഞ് 123, ഒട്ടുപാൽ 2 രൂപ കുറഞ്ഞ് 99 രൂപ. മനോരമ ന്യൂസിൽ അല്പസമയത്തിനകം നിങ്ങൾ പറയൂ.